അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും ചേർന്നുകൊണ്ടാണ് ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, അയോധ്യ രാമജന്മഭൂമി എന്ന് പറയുന്നത് ഏതാണ്ട് 500 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അവിടെ രാമക്ഷേത്രം പുനർനിർമ്മിക്കുന്നത്. പണ്ട് ലവകുശന്മാരാൽ സ്ഥാപിക്കപ്പെട്ട രാമക്ഷേത്രം പിന്നീട് ബാബറിനെ പോലെയുള്ള അധിനിവേശ ശക്തികൾ തകർക്കുകയും അവിടെ ഒരു തർക്കമന്ദിരം കെട്ടിപ്പൊക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് രാമഭക്തർ ആ തർക്കമന്ദിരം അവിടെ നിന്നും നീക്കം ചെയ്തു. അതിനുശേഷം നിയമ പോരാട്ടങ്ങൾ ഏതാണ്ട് 3 പതിറ്റാണ്ട് നീണ്ടു നിന്നു. ഏറ്റവും ഒടുവിൽ 2019 നവംബർ മാസം 11 നമ്മുടെ പരമോന്നത നീതിപീഠം അയോധ്യ ശ്രീരാമ ജന്മഭൂമിയാണെന്നും അവിടെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്നും കൃത്യമായി തന്നെ വിധി വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2023 ജനുവരി മാസം 22 ഭാരതത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രിയും സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും ഉൾപ്പെടെയുള്ളവർ ചേർന്നവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയതൊക്കെ നമുക്കറിയാം. അതെല്ലാം ഈ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സംഭവമാണ്. ഇനിയും നടക്കാൻ പോകുന്നത് വളരെ വിശേഷപ്പെട്ട മറ്റൊരു ചടങ്ങാണ്. ചൊവ്വാഴ്ച ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ശ്രീകോവിലിന് മുകളിൽ പരമപവിത്രമായ ഭഗവത് ധ്വജം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും UP മുഖ്യമന്ത്രിയും ഗോരഖ്പൂർ മഠാധിപതിയുമായ യോഗി ആദിത്യനാഥും ചേർന്ന്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് S. നന്ദഗോപനാണ് നൽകുന്നത്. നന്ദൻ, ഈ അയോധ്യ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചടങ്ങിന് ചൊവ്വാഴ്ച രാമക്ഷേത്രവും ശ്രീരാമ ജന്മഭൂമിയും സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. ഈ ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? മറ്റു വിശേഷങ്ങൾ പറയൂ നന്ദൻ. ഗൗതം, അനേകം വർഷങ്ങളുടെ പോരാട്ടങ്ങളായിരുന്നു. അതേപോലെ തന്നെ എത്രയോ ജീവത്യാഗങ്ങൾ, അതിനപ്പുറം സ്വാതന്ത്ര്യാനന്തരം നടത്തിയ നിയമ പോരാട്ടങ്ങൾ, ഇതിനെയൊക്കെ തന്നെ ഒരു ഫലപ്രാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിജയ ദിവസം എന്ന് വേണം ചൊവ്വാഴ്ചത്തെ ധ്വജാരോഹണ ദിനത്തെ വിശേഷിപ്പിക്കുവാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSSൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് എന്നിവർ ചേർന്ന്, ഒപ്പം തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്നാണ് ഈ ധ്വജാരോഹണ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ധാർമ്മിക ശ്രേഷ്ഠരുണ്ടാകും അതിന് നേതൃത്വം നൽകുവാൻ. 161 അടി പൊക്കമുള്ള ക്ഷേത്രത്തിന് മുകളിൽ ഏതാണ്ട് 30 അടി ഉയരത്തിലാണ് ഈ ധ്വജസ്തംഭം നിൽക്കുന്നത്. ആ 30 അടി ഉയരത്തിലുള്ള ധ്വജസ്തംഭത്തിൽ ഏതാണ്ട് 2.5 കിലോയോളം വരുന്ന ഭാരമുള്ള ധ്വജമാണ് ഉയർത്തുന്നത്. അതിൽ സൂര്യ ഭഗവാന്റെ ചിഹ്നമുണ്ടാകും, ഓം ആലേഖനം ചെയ്തിട്ടുണ്ടാകും, വൃക്ഷം ഉണ്ടാകും. അങ്ങനെ വളരെ പ്രത്യേകതയുള്ള ഒരു ധ്വജമായിരിക്കും അവിടെ പ്രതിഷ്ഠിക്കുക. ഏതാണ്ട് 3 വർഷക്കാലത്തോളം കാറ്റിനെയും മഴയെയും വെയിലിനെയും ഒക്കെ അതിജീവിച്ച്, എല്ലാ തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ വളരെ വിശേഷപ്പെട്ട രീതിയിലുള്ള ധ്വജമാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത്. പ്രത്യേകിച്ച് സൂറത്തിൽ നിന്നുമുള്ള പ്രത്യേക ഡിസൈനർമാർ തയ്യാറാക്കി, അതിനോടൊപ്പം തന്നെ പാരച്യൂട്ടിൻ്റെ ഉപയോഗിക്കുന്ന ടൈപ്പുള്ള നൈലോൺ ക്ലോത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 200 കിലോമീറ്റർ വരെ ഉള്ള വേഗതയുള്ള കാറ്റിനെ പോലും തടുക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ധ്വജം ഒരു പ്രത്യേക തരത്തിലാണ് അവിടെ സ്ഥാപിക്കുന്നത്. അത് കാറ്റിനനുസൃതമായിട്ട് 360 ഡിഗ്രിയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഒരു കാൻപൂരിൽ നിന്നും എത്തിയ സ്റ്റീലിൻ്റെ ഒക്കെ പാളികൾ ഉപയോഗിച്ച്, ഒപ്പം തന്നെ നൈലോൺ നൂലുകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ കൊടിക്ക് ഉപയോഗിക്കുന്ന കയറും അങ്ങനെ വളരെ പ്രത്യേകതയുള്ളതാണ്. വലിയ രീതിയിൽ വലിയ ആഘോഷമായാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഈ ചടങ്ങ് 11 മണിക്കും ഏതാണ്ട് 1 മണിക്കും ഇടയ്ക്കാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. 11 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തും. അവിടെ രാംലല്ലയിൽ ദർശനം നടത്തും, ഒപ്പം തന്നെ ഹനുമാൻഗഡിയിൽ ദർശനം നടത്തും. അതിനുശേഷം 11:58 1 മണിക്കും ഇടയിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഈ ചടങ്ങിന് മുന്നോടിയായി തന്നെ അയോധ്യയ്ക്ക് ചുറ്റുമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും മഠങ്ങളിൽ നിന്നുമൊക്കെ വലിയ ഘോഷയാത്ര ഈ ക്ഷേത്രങ്ങളിലേക്ക് എത്തും. ഈ അയോധ്യ ക്ഷേത്രത്തിലേക്ക് എത്തി അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ധ്വജാരോഹണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത്. ഒപ്പം ഇതേ സമയം തന്നെ ഈ സമീപ ക്ഷേത്രങ്ങളിലും അതേപോലെ തന്നെ വീടുകളിലുമൊക്കെ തന്നെ പ്രത്യേക പൂജകളും, ആ സമയം മണിനാഥം മുഴക്കി ആ ഒരു ധ്വജാരോഹണത്തിൻ്റെ എല്ലാവിധ പൂർണ്ണതകളും കൈവരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു. അതീവ സുരക്ഷയാണ് അയോധ്യ അടക്കമുള്ള മേഖലകളിൽ മുഴുവൻ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി, അതേപോലെ തന്നെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, ഒപ്പം തന്നെ യോഗി ആദിത്യനാഥ്, ഇതിനു പുറമെ തന്നെ അമിതാഭ് ബച്ചൻ, സിനിമാ മേഖലയിൽ നിന്നും അമിതാഭ് ബച്ചനുണ്ട്, ക്രിക്കറ്റിൽ നിന്നും സച്ചിൻ ടെണ്ടുൽക്കറും MS ധോനി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്നു. അങ്ങനെ വിവിധ മേഖലകളിലെ പ്രമുഖരും ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. സാംസ്കാരിക മേഖലയിൽ നിന്ന് അതേപോലെ തന്നെ ഹൈന്ദവ പുരോഹിതന്മാർ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആചാര്യന്മാർ, അങ്ങനെ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും പെട്ട മുഴുവൻ ജനങ്ങളെയും ക്ഷണിച്ചുകൊണ്ടാണ് ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ധ്വജാരോഹണ ചടങ്ങുകൾ നടക്കുക. ഗൗതം. നന്ദൻ, നമുക്കറിയാം, ഭഗവാൻ ശ്രീരാമൻ എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്. പക്ഷേ
ഏതാണ്ട് 500 വർഷത്തിലധികം അയോധ്യ രാമജന്മഭൂമി എങ്ങനെയാണ് കിടന്നത് എന്നതിനെപ്പറ്റി നമുക്കറിയാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ പോലും അയോധ്യയെ തിരിഞ്ഞു നോക്കാൻ വർഷങ്ങളോളം അധികാരത്തിലിരുന്ന കോൺഗ്രസോ സമാജ്വാദി പാർട്ടിയോ BSP ഒന്നും തയ്യാറായിരുന്നില്ല. ഇപ്പോൾ രാമക്ഷേത്രം വരുന്നു, അവിടെ വലിയ ദീപാവലി ആഘോഷങ്ങൾ നടക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 3 ഘട്ടമായി നടക്കുന്ന രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ഈ ശ്രീകോവിലിന് മുകളിൽ പവിത്രമായ ധ്വജമുയർത്തുന്ന ചടങ്ങ് നടക്കാൻ പോകുന്നത്. നന്ദൻ. ഗൗതം, ഘട്ടം ഘട്ടമായി ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ അതിനൊക്കെ ഒപ്പം തന്നെ ഏതാണ്ട് നൂറ്റാണ്ടുകളുടെ പോരാട്ടം ഈ അയോധ്യ രാമക്ഷേത്രത്തിന് വേണ്ടി നടത്തേണ്ടി വന്നു. അതിനുശേഷം സ്വാതന്ത്ര്യാനന്തരം ഏതാണ്ട് 30 വർഷത്തോളം നിയമ പോരാട്ടം നടത്തിയ ശേഷമാണ് അയോധ്യ രാമക്ഷേത്രം എന്നുള്ളത് സാധ്യമായത്. അതും ഇച്ഛാശക്തിയുള്ള സർക്കാർ രാജ്യത്തെ നയിച്ചപ്പോഴാണ് അത് സാധ്യമായതെന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് മുഴുവൻ ആചാരപരമായ ചടങ്ങുകളും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഡിസൈൻ മുതൽ, അതായത് ആർക്കിടെക്റ്റും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളുടെ പ്രതിനിധികളെയൊക്കെ തന്നെ അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വെച്ച് കാണുന്നുണ്ട്. ഒപ്പം തന്നെ പുരോഹിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട ഇത്രയും നാൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂജാതി കർമ്മങ്ങളൊക്കെ തന്നെ നടത്തി വന്ന അത്തരം കാർമ്മികളെയൊക്കെ തന്നെ അദ്ദേഹം കാണുന്നുണ്ട്. അതായത് ഘട്ടം ഘട്ടമായി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ആചാരപരമായ ചടങ്ങുകളുമൊക്കെ തന്നെ പൂർത്തിയാകുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടമാണ് ഈ ധ്വജാരോഹണം എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ ശ്രീകോവിൽ പണിതുകൊണ്ട് അവിടെ രാംലല്ലയെ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം രണ്ടാമത്തെ നിലയിലേക്ക് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തി. അത് ഇപ്പോൾ മൂന്നാമത്തെ ഇതും കഴിഞ്ഞ് ധ്വജപ്രതിഷ്ഠയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതാണ്ട് അതിൻ്റെ പരിപൂർണമായ ഒരു സമാപ്തി. ഇനി പൂർണ്ണതോതിൽ ആ ക്ഷേത്ര സമുച്ചയം പൂർണ്ണതോതിൽ ഭക്തജനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടേക്ക് എത്തിപ്പെട്ട് ക്ഷേത്ര ദർശനം നടത്താൻ ഉതകുന്ന രീതിയിലുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നുള്ളതാണ്. അതിൻ്റെ അവസാന ഘട്ടം എന്ന നിലയിലാണ് ഈ ധ്വജാരോഹണ ചടങ്ങുകൾ. ആ ധ്വജാരോഹണ ചടങ്ങ് വലിയ ആഘോഷമാക്കി മാറ്റുക തന്നെയാണ്. കാര്യം അഭിമാനത്തിൻ്റെ കൂടി പ്രതീകമാണ് എന്നുള്ളത് കൊണ്ട് അത് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. രാജ്യത്ത് ഇത്തരത്തിൽ രാമഭക്തരൊക്കെ തന്നെ ഈ ധ്വജാരോഹണ ചടങ്ങ് വലിയ ആഘോഷമാക്കും എന്നുള്ള കാര്യമാണ് പ്രധാനമായും വിശ്വ ഹിന്ദു പരിഷത്തടക്കം ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ഭവനങ്ങളിലും അതേപോലെ തന്നെ ആശ്രമങ്ങളിലും മാത്രമല്ല ആഘോഷങ്ങൾ നടക്കുന്നത്. രാമഭക്തരുള്ളിടത്തെല്ലാം ഈ ധ്വജാരോഹണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടത്തണമെന്നുള്ള ആഹ്വാനമാണ് ഇത്തരം കോണുകളിൽ നിന്നും ഉയരുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രിയും മാത്രമല്ല രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക്, ഒപ്പം തന്നെ വിവിധ മേഖലകളിലെ പ്രമുഖരും ഒക്കെ തന്നെ ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു മാറ്റുകൂട്ടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വലിയ ആഘോഷമായി ചൊവ്വാഴ്ച ഈ ധ്വജാരോഹണ ചടങ്ങുകൾ നടക്കുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും ഇതിനോടകം തന്നെ കോൺഗ്രസും അതേപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും അടക്കം ഉയർത്തിക്കഴിഞ്ഞു എന്നുള്ളതും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ നന്ദൻ, എന്തായാലും മറ്റന്നാൾ ചൊവ്വാഴ്ച ദിവസമാണ് ഈ വളരെ വിപുലമായ ചടങ്ങ്, രാഷ്ട്രം കാത്തിരിക്കുന്ന ചടങ്ങ് നടക്കാൻ പോകുന്നത്. അതായത് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ ഭഗവത് ധ്വജം ഉയർത്തുകയാണ് പ്രധാനമന്ത്രിയും സർസംഘചാലകും ചേർന്നുകൊണ്ട്. നമുക്കറിയാം, ഈ ഭഗവത് ധ്വജം എന്ന് പറയുമ്പോൾ അത് ഈ രാഷ്ട്രത്തിൻ്റെ ആത്മാവായിട്ടുള്ള ഹിന്ദുത്വ ദേശീയതയുടെ പ്രതീകമാണ്. കാവിക്കൊടി, കേരളത്തിലൊക്കെ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ സൈഡിൽ ഒരു കാവിക്കൊടി വെച്ച് കഴിഞ്ഞാൽ ഉടനെ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ പ്രശ്നമുണ്ടാക്കാറുണ്ട്. കാവിക്കൊടി എന്തിനാണ് ഇവിടെ സ്ഥാപിച്ചത്? പക്ഷേ ഉത്തര ഭാരതത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെയും മുകളിൽ ഈ കാവിക്കൊടികൾ പാറിപ്പറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുനിവാടങ്ങൾക്ക് മുകളിൽ, ആശ്രമങ്ങൾക്ക് മുകളിൽ, മഠങ്ങൾക്ക് മുകളിലൊക്കെ ഈ കാവി പതാക ഇങ്ങനെ പാറിപ്പറക്കുകയാണ്. കാരണം കാവി എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ ഹിന്ദുത്വ ദേശീയതയുടെ, നമ്മുടെ കൾച്ചറിൻ്റെ പ്രതീകമാണ്. 1932 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ലാഹോറിൽ നടക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ദേശീയ പതാക എന്താകണം എന്നതിനെപ്പറ്റി ഒരു ചർച്ച ആ യോഗത്തിലുണ്ടായി. അങ്ങനെ കോൺഗ്രസിൻ്റെ അന്നത്തെ അഖിലേന്ത്യാ നേതൃത്വം, അതായത് ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ നയിച്ചിരുന്ന സംഘടന, ആ സംഘടന അന്ന് ഒരു ഫ്ലാഗ് കമ്മിറ്റിയെ നിയോഗിച്ചു. ഈ രാഷ്ട്രത്തിൻ്റെ ദേശീയ പതാക എന്താകണമെന്നതായിരുന്നു ആ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പഠന വിഷയമെന്നത്. അതിൽ സർദാർ വല്ലഭഭായ് പട്ടേൽ ഉണ്ടായിരുന്നു, നെഹ്റു ഉണ്ടായിരുന്നു, അന്നത്തെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ ആ ഫ്ലാഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ചർക്കയോടുകൂടി, അതായത്
ഒരു ധ്വജം കാവിക്കളറിലുള്ള കൊടി, അതിൻ്റെ നടുക്ക് ചർക്ക, അതാകണം ഈ രാഷ്ട്രത്തിൻ്റെ ദേശീയ പതാക എന്ന നിലയിലുള്ള ഒരു നിരീക്ഷണത്തിലേക്കാണ് അന്ന് ഫ്ലാഗ് കമ്മിറ്റി എത്തിയത്. പക്ഷേ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പല മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അമിതമായ പ്രശ്നങ്ങൾ, അവരുടെ പ്രഷർ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഫ്ലാഗ് കമ്മിറ്റിയുടെ അന്നത്തെ റിപ്പോർട്ട് പിന്നീട് മാറ്റി മറ്റൊരു രീതിയിലേക്ക് ദേശീയ പതാകയെ ഡിസൈൻ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്നതാണ്, ഇതൊക്കെ ചരിത്രമാണ്. എന്തായാലും മറ്റന്നാൾ നമ്മുടെ രാമജന്മഭൂമിയിൽ പുനർനിർമ്മിച്ച രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രിയും സർസംഘചാലകും ചേർന്നുകൊണ്ട് ഭഗവത് ധ്വജം ഉയർത്തുകയാണ്. ജനം TV സമഗ്രമായ കവറേജുമായി ഉണ്ടാകും. രാവിലെ മുതൽ അന്ന് വൈകുന്നേരം വരെ ആ വാർത്തയ്ക്ക് തന്നെയാകും വളരെ പ്രാധാന്യം നൽകുക എന്നതുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കടക്കേണ്ടതുണ്ട്.